അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാം ഭാഗം 2 അഥവാ 11 മുതൽ 20 വരെയുള്ള പാഠങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ആദ്യ വർക്ക്, ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ. ഉത്തരം വെട്ടുകിളികൾ. 2. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം ഈജിപ്ത്, ഗസ, കൂഫ. ശരിയുത്തരം ഗസ. 3. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ് യമനിൽ നിന്ന് വലിയ തീ ഉയരുക, മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക. ശരിയുത്തരം യമനിൽ നിന്ന് വലിയ തീ ഉയരുക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, റബീഅ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 5. മരണത്തെ ഓർത്താൽ ഇല്ലാതാകും നിസ്കാരത്തിൽ ഖുശൂഅ്, ക്ഷമ, അസൂയ. ശരിയുത്തരം അസൂയ. 6. പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക എന്നാണ് അർത്ഥം. ബാമിയ, ടൊമാറ്റം, അനാനാസ്. ശരിയുത്തരം അനാനാസ്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 2. ചേരുംപടി ചേർക്കുക. 1. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. ബഗ്ദാദിൽ ജനിച്ചു. ബഗ്ദാദിൽ ജനിച്ച മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 3. ഹുജ്ജത്തുൽ ഇസ്ലാം. ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെയാണ്. 4. ഹിദായത്തുൽ അദ്കിയഇൻ്റെ രചയിതാവ്. ഹിദായത്തുൽ അദ്കിയഇൻ്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. കേരളത്തിൽ മതപ്രബോധനം നടത്തിയ മഹാനാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 3. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഡാഷ് ആം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 15ാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. 2. സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സ്ത്രീകളുടെ എണ്ണം കൂടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. 3. പൊതുസ്ഥലങ്ങളിൽ ഡാഷ് നിക്ഷേപിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. 4. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷ് അധികം ഹദീസ് മനഃപ്പാഠമാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിൽ അധികം ഹദീസ് മനഃപ്പാഠമാക്കി. 5. രോഗ സന്ദർശനം ഡാഷ് ഓർക്കാൻ സഹായിക്കും. രോഗസന്ദർശനം മരണത്തെ ഓർക്കാൻ സഹായിക്കും. 6. മാദാ തബ്ഗി അബ്ഗി ശൈഅൻ മിന ഡാഷ് അൽ ഗിദാഇയ്യ. അവിടെ മാദാ തബ്ഗി എന്നതിനുള്ള ഉത്തരമായി പറയുകയാണ് അബ്ഗി ശൈഅൻ മിനൽ മവാദിൽ ഗിദാഇയ്യ.
ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 4. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. റമദാനിൽ എല്ലാ ദിവസവും 2 ഖത്ം ഓതിയ ഇമാം. ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര്. ഉത്തരം താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. 3. ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധിയെന്ത്? ഉത്തരം സുന്നത്ത്. 4. പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും ആര്? ഉത്തരം ദുർജനങ്ങൾ. 5. ഖലീലുർ റഹ്മാൻ എന്നു പേരുള്ള നബി. ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 6. ഖുദാർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം പച്ചക്കറി. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 5. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. 1. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ. ഉത്തരം കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം. 2. മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്നവരിൽ 4 വിഭാഗത്തെ എഴുതുക. ഉത്തരം അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാഠമാക്കിയ രീതി. ഉത്തരം വലതു കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതി ഹദീസ് മനഃപ്പാഠമാക്കി. 4. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 2 എഴുതുക. ഉത്തരം മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ ശബ്ദ കോലാഹലങ്ങളുണ്ടാവുക. 5. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. 6. ദൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്ത്? ഉത്തരം ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. 7. ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ അറബിയിൽ എഴുതുക. ഉത്തരം ലാ തുആഖിദ്ന. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 6. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. കൃഷിയുടെ പ്രാധാന്യം. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സ്വതക്കയായിത്തീരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 2. മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം.